ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട വറയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് വേറൊരു കറിയുമില്ലാതെ കഴിക്കാവുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ ചീനച്ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 ചുള വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ എടുക്കണേ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ലേ, ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു 1.5 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നത് അത് അടി പിടിച്ച് കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. എന്നിട്ട് ഈ വെള്ളമൊക്കെ പറ്റി നല്ല മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ നടുക്കിലോട്ട് നമുക്കൊരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിത് 4 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിയൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് ഇടാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് സിമ്മിലിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. എന്നിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് അധികം ഉടഞ്ഞു പോകരുത്. കുറേശ്ശെ നമുക്കത് ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് മസാല എല്ലാത്തിലോട്ടും പിടിക്കുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തിന്നാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം.